ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം പപ്പിയും മോളുമാണ്. അപ്പം ഇന്ന് ഞങ്ങളെ അമലിൻ്റെ വീടിൻ്റെ വിളംബരം എന്ന് വന്നാൽ അപ്പം നമ്മളെ സഹോദരങ്ങൾ കുട്ടാണ്ണൊക്കെ എല്ലാം അവിടെ ഇരിക്കുന്നു. ഇല്ലേ ദിനേശാനും ടീമും എല്ലാവരും അതിൽ അവരെ ഉടക്കുവല ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരി വീഴുന്നുണ്ട്. അപ്പം നമ്മൾ കാണിച്ചു തരാം. കാരണം ഈ മഴ പെയ്യുമ്പോഴാണ് നമുക്ക് കാരി ഒന്ന് ഇളകി കൂടാൻ നേരത്ത് ഉടക്കുവലയിലൊക്കെ ഒന്നുമില്ല. അവർക്കിപ്പം രാവിലെ തൊട്ടം കണ്ടും 5-6 കിലോ അടുത്ത് കാരി കിട്ടിയെന്ന് പറഞ്ഞു. അവരിപ്പോൾ ഉടക്കുവല വീട്ടുണ്ട്. ഇപ്പോൾ മണ്ണനൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകും. രാവിലെ ഇട്ട വലയാട്ടോ ഇത്. വലതേ ഇല്ല, വേറെ പീസും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇടാനായിട്ട്. ദിനേശനൊക്കെ വല എടുക്കുക കേട്ടാ. കുട്ടാണ രാവിലെ എന്തുമാത്രം കിട്ടിയായിരുന്നു കാരി? 5-6 കിലോ. ആ വലുതല്ലേ? ഒരു കമ്പ് കയറി വരുന്നുണ്ട് ഭയങ്കര പോണോ? നീ മേള് വെച്ചു ഇല്ല മേള് വെച്ചു. ആ ഒരു കാരി വരുന്നുണ്ടല്ലേ? ആ കാരി കണ്ണിയാൽ ഓടിക്കേറി അങ്ങോട്ടൊക്കെ അങ്ങ് ഉടക്കുണ്ട്. ആ വീടിന്റെ അതിർത്തിക്കാണ് വലയുടെ എൻ്റെ ആ പൂള കളിക്കാൻ കിടക്കുന്നത്. ഒഴിയിപ്പാണ് അവിടെ നിന്നിട്ടാണ്. അങ്ങോട്ട് കൊടുക്കണം. അണ്ണൻ ഇവിടെ നിൽക്കാൻ ആവശ്യം ചാടരുത്. അതാണ് അടുത്തടാ ദിനേശാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാണ്. അണ്ണാ അവിടെ ഒരു കാര്യം കിടപ്പുണ്ട്. ദിനേശാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാണ്. വലിച്ച ഉടക്കം എവിടെയാന്ന് നോക്കാൻ. ആ ഉടക്ക് അവിടെ അല്ലണ്ണ പോവും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊട്ടി കിടക്കണില്ലേ പായല് പൊട്ടി കിടക്കണില്ല. അവിടെ വേറെ എങ്ങും അല്ല. ഇത് എന്റെ നരവത്താള് ആണല്ലേ? അമൽ ബ്രോയുടെ അച്ഛനാ കേട്ടാ. അപ്പം വന്നില്ലേ? ഇല്ല വന്നില്ല. ഞാനും കുത്തുക ടൗണ് വരെ വന്നപ്പം ഇങ്ങോട്ട് ഇവിടെ ഉടക്കുപോലെ ഇടുന്നു. അന്നാ 2 കാരി മേടിച്ചോണ്ട് പോകാന്ന് വെച്ചോ. അപ്പറ കെട്ടി വെച്ചാ എവിടെ രാവിലെ ഞാനിട്ടവരാണ്. അവരുടെ വേലിയിലാണോ കെട്ടി വെച്ചിരിക്കുന്നത്? വീടല്ല, ആ വേലി ഇങ്ങോട്ട് വന്നോണ്ടല്ല. ഇത് വേണ്ട ആ പൊങ്ങിന് താഴത്ത് ഒരു കാര്യമുണ്ട്. മൊത്തം വലിച്ചെടുക്കണ അങ്ങോട്ട് വലിക്കാണ്. അത് വലിച്ചത് ഇത് ഈ വല എടുത്ത് അങ്ങോട്ട് മേലോട്ട് കയറ്റി ഞാൻ വലിച്ചു തരുന്നത്. വിളിച്ചല്ലേ ഓട്ടോ ഷായിലപ്പനാ ഷാജിയാണ്. വയറിന്റെ കാര്യം ഒരു കാര്യം വന്ന രാവിലെ എടുക്കുന്നേക്കാൾ നല്ല ഇതാ പരിപാടി. അടിയൊന്നും പോണില്ല.
അല്ല രാവിലെ എടുക്കാവുന്ന തലയെ കാണത്തുള്ളൂ ചിലപ്പോൾ. തലയല്ല, കുഴപ്പമില്ല, ചത്തു പോകുന്നു. ചീഞ്ഞും പോവും, തലയെ കാണത്തുള്ളൂ. ആമ കടിക്കൂടെ? ആമ കടിക്കുന്നില്ല ഇപ്പൊ, എന്താണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇത് വാരിയത് കാരണം ആമ ഉള്ള ആമയും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ആണോ? നല്ല സൂപ്പർ ചെമ്പല്ലി. അത് കാര്യമുണ്ട്, കാര്യ മത്തിയുണ്ട്. ചെമ്പല്ലി എപ്പോ ഊരുന്നതായിട്ട് പോടാ ഊരാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി പൊട്ടിക്കാനല്ല ഉദ്ദേശം. അതല്ലേ ഞാൻ അവനെ കണ്ണി പൊട്ടിച്ചാണ് എടുക്കാറുള്ളത്. ഞാൻ ലെവൽ ചെയ്ത് തരാം, നീ എടുത്തോ. ഇനി എടുക്കാം, ജീവനുള്ളതാണത്. അതാ പറഞ്ഞ ഊരിപ്പോത്തൊന്നുമില്ല. ഒടിയത്തില്ല മുള്ളു പണ്ടാരത്തിന്റെ. ഞാൻ ലാസ്റ്റ് കരിങ്കല്ലെടുത്ത് വെച്ച് രണ്ടായിട്ട് ഓടിച്ച്. കരിങ്കല്ലേ അത് വെച്ചിട്ട് ഓടിച്ച്, എന്നിട്ട് തന്നെ കഴിക്കരുത് രണ്ടുപേരും. അതൊന്നും അല്ലാതെ വല കിട്ടും. ആ ബക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് തന്നെ ഇടാം. ഞാൻ ബക്കറ്റ് എടുത്തോണ്ട് വരാം. വലയൊന്നും പോകുന്നില്ലെന്ന്. ചെറുപുഴ കാര്യല്ല, ചെറുപുഴ കുട്ടായി ഇളക്കി വിട്ടായിരുന്നു. ഓടിക്കാം, രണ്ടും ഓടിക്കാം. കയ്യെ കൊണ്ട് ഇത് കണ്ടാ പറ്റി. ആ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എങ്ങനെയുണ്ടാ? ചെറിയ മയക്കമേ ഉള്ളൂ. ഉഷാറായി നിൽപ്പുണ്ടല്ലേ, ഒന്നും മയങ്ങിയെന്നേ ഉള്ളു അല്ലേ ഉണ്ണിച്ച? അടുത്ത ചെമ്പല്ലി ഇല്ല, ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കമ്പി കമ്പിയെ പിടിച്ചു പോലാണ് ലൈറ്റ് നോക്കണം. നമ്മൾ ബ്രോയ്ക്ക് കൈമാറിയിരിക്കുക. പിന്നെ അടുത്ത ചെമ്പല്ലി ചെമ്പല്ലിയുണ്ട്, ചെമ്പല്ലിയാണ് നിന്റെ കയ്യിൽ. നമ്മളിപ്പോ ചെമ്പല്ലി എടുക്കുന്നു. ചെമ്പല്ലി പോടാ, ചെമ്പല്ലിയും കാര്യം പൊട്ടിക്കണ്ട. അല്ലെന്ന് ഞാൻ അവധിക്ക് പറയാം.
ചെമ്പല്ലി എടുക്കാൻ നേരത്തെ അത് പൊട്ടുമല്ലേ അത് ഒട്ടട്ടാ അത് കുഴപ്പമില്ല. തയ്ച്ചു വെച്ചിരിക്കുക. ചത്തിട്ടുണ്ടാ നീ? ഇല്ല. എവിടെ തോന്നി ചത്തും. എവിടെ അവന് ജീവനുണ്ട്. കാര്യമാണ് ഈ വെട്ടുന്ന ഇടയ്ക്കിടയ്ക്ക്. ആ. അതിന്റെ താഴത്ത് ചത്ത് വലിയ അത് ചത്തത് വല ഇട്ട സമയത്ത് തന്നെ ഉടക്കിയതാണ് തോന്നുന്നു. അടുത്ത ചെമ്പല്ലി വേണ്ട. ആ വല കൂടെ എടുത്ത് നമുക്ക് നിർത്തിയിട്ട് കമ്പെടുത്ത് കളഞ്ഞേട്ടാ. അടുത്ത ചെമ്പല്ലി വലിയ ചെമ്പല്ലി. അവിടെ ഇരിക്കേ ഞാൻ പറയാം. ചെമ്പല്ലി എടുത്തരാ. എന്നാ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഒരു കണ്ണി പോലും പൊട്ടാതെ എടുക്കുന്നതല്ല. അതാ ഞാൻ പറഞ്ഞ അതിനകത്ത് പൊട്ടിക്കല്ലി ചെരുപ്പ് കൊണ്ട് പോണത് നോക്കിക്കൊണ്ട് നമ്മൾ ഊരി എടുക്കാതെ വേണ്ട. നമ്മുടെ അമ്മൽ ബ്രോ വെച്ചിരിക്കുന്ന കൂടാ കേട്ടോ. അതെ എന്താ നമ്മളിപ്പം എന്തേ കാട്ടില്ല നോക്കിയാ കാരണം അതുകൂടെ ഇല്ല. അവിടെയൊക്കെ കൂട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം വന്ന് നോക്കി, പക്ഷെ വന്ന് നോക്കിയിട്ടേ ഒരു രക്ഷയില്ലാതെ. അപ്പം ഞങ്ങളിനിയിപ്പോൾ തിരിഞ്ഞിറങ്ങും അല്ലേ അമ്മൽ ബ്രോ? അമ്മലേ ബക്കറ്റ് രാവിലെ മീൻ കാണും. വരാലി വലിക്കണേ. അത് ചെമ്പല്ലിയാ, അത് ചെമ്പല്ലിയാ. അണ്ണാ വല വിട്ടേണ. വല വരുന്നില്ലല്ലോ. വിട്. ഇല്ല വിട് വിട് വിട്. ഇവിടെ അതും വരാനാടാ. ആ ഇപ്പൊ പോരുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. ആ നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. അതിങ്ങനെ മേലോട്ട് വിട്. നിക്കട്ടെ നിക്കട്ടെ. മേലോട്ട് വിട്ടിട്ട് കാര്യം വലിച്ചു കയറ്റാനാ. ഈ മൊത്തത്തിൽ വലിച്ചു കയറ്റാൻ. അതല്ല പറഞ്ഞ എടുക്കല് എടുക്കല് എടുക്കല്. നിങ്ങൾ വലിക്കാതാ, നിങ്ങൾ വിട്. നല്ല കാര്യം. ഈ വല നിങ്ങൾ ഇറക്കിട്ട് കയറ്റി ഇവിടുന്ന് എവിടെ പോവാണ്? ഇതൊക്കെ ഈ വലയിൽ തന്നെ ഉള്ള അതത്രേ ഉള്ളു. ഒരു കാര്യം രണ്ട് ചെമ്പല്ലി, ഒരു ചെമ്പല്ലി. ഇല്ല അതും ചെമ്പല്ലി കേട്ടോ. ചെമ്പല്ലി ചെമ്പല്ലി അങ്ങോട്ട് കൊണ്ടുപോകാം. അത് അങ്ങോട്ട് കൊണ്ട് പൊക്കി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം തന്നെ. ഒന്നിന്റെ കാര്യം ഒരു ചെമ്പല്ലി, രണ്ട് കാര്യം ഒരു ചെമ്പല്ലി. വരുന്നു അപ്പൊ എഴഞ്ഞു വരുന്ന കാര്യം. അത്ര ഉള്ള കാര്യമാ പോയതല്ലേ? ആ അതിലും പറഞ്ഞു പോയി. ഒരെണ്ണം പോയി. അതുപോലെ അടുത്ത കാര്യം അതും പോകാൻ സാധ്യതയുള്ള അതല്ലല്ലോ വല ലൂസ് ചെയ്തതാണ്. വല ലൂസ് ചെയ്താൽ നമുക്ക് പണി കിട്ടൂടാ. ഇനി പണി കിട്ടും. ലൂസ് ചെയ്താൽ പണി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ. ഞാൻ വലിച്ചാലേ നടക്കത്തുള്ളൂ. വരുന്നുണ്ടോ? ഞാൻ വലിച്ചാലേ നടക്കത്തുള്ളൂ.
ഞാൻ വലിച്ചാലേ നടക്കത്തുള്ളൂ. സൂപ്പർ കാര്യം വരുന്ന കാര്യം കുട്ടാണ്ണൻ പിടിച്ചതിൻ്റെ തൊട്ട് പോലെ കുട്ടാൻ്റെ കൈയുടെ അവിടെ കരി ഏത് കാര്യം വരുന്ന കരി കയറി വരുന്നതാണ്ട ഞാൻ കുടയുമ്പോൾ നോക്കണം. അയ്യോ രണ്ട് ചെമ്പല്ലി കളിച്ച് എന്റെ സാലുവണ്ണ ആവശ്യമില്ലാത്ത പണി കാണിക്കാതെ അവിടെ ഇട്. കമ്പ് കിടക്കുന്നുണ്ട്. അതെടുക്കാതെ ചെമ്പല്ലി കുട്ടാണ്ണ ഇപ്പം വെള്ളത്തിൽ ഇറങ്ങിയ മുങ്ങയും പിടിക്കില്ല കാര്യല്ലേ. കൂടെ ഓടിക്കട്ടാ. അവന് ശ്വാസം കൊടുക്കാന്ന് പറഞ്ഞു. ആരാന്ന് വെച്ചെടുത്തു കൂടെ ഒരു കാര്യം അടിയിൽ ചെമ്പല്ലി കിടക്കുന്നു കാര്യമായിരുന്നു. അല്ലല്ല ചെമ്പല്ലിയാ. ഞാനതാണ് കൈ പോയി. കമ്പ് കിടന്നാണ് ഞാൻ പറഞ്ഞില്ലേ മൊത്തം കുരുങ്ങി പോയവിടെ. ഓക്കെ അതിന്റെ അല്ല ഞാൻ പറഞ്ഞത്. നമ്മള് വല തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് എടുത്താൽ മതിയല്ലോ. തുണി വെക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല നമ്മളെ ഈ വല വലിച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടാ. അതെന്താ 5-6 കാരിയും 2 വരാൽ ആദ്യം തന്നെ കയറിയായിരുന്നു അല്ലേ. ആദ്യം തന്നെ 2 വരാൽ കയറിയില്ല. പിന്നെ ഒരു 5-6 കാരി 5-6 ചെമ്പല്ലി. പന്നമ്പിള്ളയുടെ അവിടെ വെച്ചു ഈ 2 വല ഇടണ. ഇനി ഇത് വിളിച്ചിടണ ഈ മഞ്ഞ വല 2 എണ്ണം ഇടണം. ആ പിന്നെ മഞ്ഞ വല 2 എണ്ണം ഇടണം. നമ്മുടെ ആദ്യം ഇട്ടതാ. ഏത് രീതിയിലും നമുക്കൊന്നും കിട്ടത്തില്ല. ഇയ്യപ്പാ, കൊല്ലാൻ പോണ വേറെ ആൾക്കാരല്ലേ. അതാ പറഞ്ഞു. ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ നോക്കിയല്ലേ, വലയെ കുരുങ്ങി കിടക്കല്ലേ. രക്ഷപ്പെടുത്താൻ നോക്കാൻ നേരത്തെ നമുക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശാര വിളിയാ. പൊടിച്ചു കഴിഞ്ഞാൽ എന്നാ സുഖമല്ലേ. രാവിലെ കേട്ടാ ഒടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. ഒരു 6 മണി അറിയാൻ നേരത്തെ ഇങ്ങോട്ട് പോരി. അപ്പം മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴക്കാരുടെ ഒരു പരിപാടിയാണ് ഈ ഉടക്കുവല ഇടുന്നത്. ഉടക്കുവല ഇടുന്നത് അപ്പം ദിനേശാണ്ണും കുട്ടാണ്ണൊക്കെയാണ് ഉടക്കുവല ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇവരൊരു രസത്തിന് വേണ്ടി ഇടുന്ന, വീട്ടിലെ കറിക്ക് വേണ്ടി ഇടുന്ന. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവർ കൊടുക്കത്തുള്ളൂ. അപ്പം ഇതാ ദിനേശണ്ണ കേട്ടാ. അത് ദിനേശണ്ണ അണ്ണാ ഒന്ന് നോക്കിക്കാണോ. ഇതേ ദിനേശണ്ണ കുട്ടാണ്ണ. ഹായ് അണ്ണാ ഇനി എങ്ങനെ നോക്കിക്കാണ ചെമ്പല്ലി ഊരി വന്നു. അണ്ണന്റെ പേരന അനിൽകുമാറാ. സ്ഥാനം മൂർഖൻ എന്ന് പറഞ്ഞാലും ഓക്കെയാണ് കേട്ടോ. മൂർഖൻ അറിയപ്പെടത്തുള്ളൂ. അതെ, മൂർഖൻ എന്നാണ് അണ്ണനെ അറിയപ്പെടുന്നത്. കാരണം മൂർഖൻ കൊത്തിയ കാരണമാണ് മൂർഖൻ എന്ന് പറയുന്നത്. കാരണം അത് കാരണം ജീവിച്ചിരിക്കുക പുള്ളി ഇപ്പോഴും. മൂർഖൻ പാതിരപ്പള്ളി മൂർഖൻ ജീവനോട് കാണുക. ജീവനോട് കാണുക. ഞങ്ങൾ ജീവനോടെ കാണുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ മീൻ കേട്ടാ. ഉണ്ടല്ലേ ചെമ്പല്ലി വരാറുണ്ട്. വരാല് ചത്തായിരുന്നു അതിനെ തന്നെ. എടുത്തില്ലല്ലോ. ചെമ്പല്ലി എല്ലാം നല്ല ഹെവി ചെമ്പല്ലിയാണ്. കാരി കിടപ്പുണ്ട്. കാരി പിന്നെ അപ്പൊ അത് കുടഞ്ഞിട്ടറിഞ്ഞാലും എടുത്താൽ മതിയായിരുന്നല്ലോ. കുടഞ്ഞ് ഒന്നുകൂടെ ഇടണ. വേണ്ട 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 ഇടണാവുന്നൂടാ. വേണ്ട.
മൊത്തം ഇട്ടോളാം. പോലെ പോലെ പായല് 2 എമ്പല് കൂടി. 2 എമ്പല് കൂടി. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന് പിടിച്ചാ ഏ? കൈ കൊണ്ടൊന്ന് പിടിച്ചേ. ജസ്റ്റ് ഇടത്തെ കൈ കൊണ്ട് വണ്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ത്രാശ് എന്റെ വണ്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നു. അമലിന്റെ ത്രാശ് എന്റെ വണ്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നു.